ഗുഡ് മോർണിംഗ് ഫോക്സ്. നമുക്കിന്ന് ചിത്തിര നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് അവരുടെ സ്റ്റാറ്റസ്, എങ്ങനെയാണ് അവരുടെ ലൈഫ് പോകുന്നത് എന്നുള്ളത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ടെമ്പറൻസ്, ടു ഓഫ് സോർഡ്സ് റിവേഴ്സിൽ, പേജ് ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് കപ്സ്, ദ ഹെർമിറ്റ്, സെവൻ ഓഫ് കപ്സ് റിവേഴ്സിൽ, ഏസ് ഓഫ് കപ്സ്, ത്രീ ഓഫ് കപ്സ് റിവേഴ്സിൽ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് ആണ്. നിങ്ങൾ കുറച്ച് ഈ നിയർ പാസ്റ്റിലൊരു 2-3 ആഴ്ച ആയിട്ട് പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ജോലിയായിരിക്കും, ഏത് ജോലി വേണമെന്നോ ഏത് കോഴ്സിന് പോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെയോ കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു, പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു പരീക്ഷണങ്ങളും കുറേ അന്വേഷണങ്ങളും എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു കുറച്ച് കാലമായിട്ടെന്നാണ് ഈ ടെമ്പറൻസ് എന്നുള്ള കാർഡ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് കാർഡ് ടു ഓഫ് സോർഡ്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തോ ഒരു സംശയം, നിങ്ങൾ എന്തോ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരുന്നു. അതുകൊണ്ടാണ് ടെമ്പറൻസ് എന്നുള്ള കാർഡ് ആദ്യം വന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ സംശയം മാറി. നിങ്ങൾക്ക് ഏത് പാത്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇത് പ്രസന്റ് ആണ് ഈ കാർഡ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഏത് വഴിക്കാൻ വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ട്. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഷൻ, നിങ്ങൾ പുതിയൊരു ജോലി അല്ലെങ്കിൽ പുതിയൊരു സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം ഒക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം പേജ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പുതിയൊരു സംരംഭം ഒക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ ഈ നിയർ ഫ്യൂച്ചറിൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇമോഷണലായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു നേരത്തെ. ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി വളരെ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുള്ളതിൻ്റെ മീനിങ്. ഇപ്പോൾ നേരത്തെ എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ കുറച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത്, ബാക്കിയുള്ളവരോട് നിങ്ങൾ എന്തൊക്കെ ഇമോഷൻസ് ആണ് കാണിക്കുന്നത്, എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ദ ഹെർമിറ്റ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് വഴികാട്ടിയായിട്ട് നിങ്ങളുടെ സാഹചര്യം ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി വാട്ട് നെക്സ്റ്റ് എല്ലാം ഡെഡ് എൻഡ് പോലെ തോന്നിയേക്കാം. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്കൊരു വഴി ഓപ്പണായി വരും എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. കാരണം ദ ഹെർമിറ്റ് എന്നുള്ള കാർഡ് ഒരു വഴികാട്ടിയാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കുറച്ച് പാസ്റ്റിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ജോലിയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത്. പക്ഷെ അതൊന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വഴി, അല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കും. ഇപ്പോൾ ഒരു പരീക്ഷയാണ് എഴുതാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പോൾ എഴുതി തീർക്കാം, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രീവിയസ് ആഴ്ചകളിൽ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആണ്. നിങ്ങൾക്കറിയാം ഇത്രയും സമയം എടുക്കും, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഒരു പുതിയ സംരംഭമാണെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ വളരെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കുറേ നടത്തി അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി വളരെ വ്യക്തത വന്നിട്ടുണ്ട്. അതായത് അങ്ങനെയൊന്നുമല്ല, ഇത് കറക്റ്റ് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ബിസിനസ് ആണെങ്കിൽ മിനിമം 3 വർഷമെങ്കിലും എടുക്കും. വിദ്യാഭ്യാസം ആണെങ്കിൽ ഒരു വലിയ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5 വർഷമെങ്കിലും എടുക്കും. ഇതിങ്ങനെ സമയമെടുത്ത് പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒറ്റയടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇമോഷണലി നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ടും നിങ്ങൾക്ക് സ്വയം ഒക്കെ മാനസികമായിട്ട് വളരെ ഇമോഷണലി നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സ് വന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ 2 മാസം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ. പിന്നെ അവസാനത്തെ കാർഡ് വന്നിട്ടുള്ള 3 ഓഫ് കപ്സ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ട് വരുമ്പോൾ നിങ്ങൾ അഡിക്ഷനിലേക്കൊന്നും പോകരുത് എന്നാണ് പറയുന്നത്. അത് എന്ത് അഡിക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഗാംബ്ലിംഗ് ആവാം,
ചിലപ്പോൾ എന്ത് അഡിക്ഷൻ ലിക്കർ ആവാം, അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ഒന്നിനോട് അഡിക്ഷൻ, ഇപ്പോൾ വർക്കാണെങ്കിൽ വർക്കഹോളിക് ആവാം. അങ്ങനെയൊന്നും ആവരുത്, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. നിങ്ങൾ അങ്ങനെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയണത് ഈ കാർഡ്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ ലാസ്റ്റ് കാർഡ്, അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ ഒന്നിനോട് അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ട്, നിങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. ചീത്തയായിട്ടുള്ള കാര്യങ്ങളും അഡിക്ഷൻസും അതുപോലെ ചീത്തയായിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ആരായാലും അവർ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ 2 മാസം റീഡിംഗ് വന്നിട്ടുള്ള ചിത്തിര നക്ഷത്രത്തിൻ്റെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നോക്കൂ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ള നെക്സ്റ്റ് 2 മാസത്തേക്കുള്ള ഡയറക്ഷൻസ് കാർഡ് പറയുന്നത്. കാർഡിലെല്ലാം ഞാൻ റീഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ ടൈം.